അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ നമ്മളെ പതിപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ പമ്പിലാണ് നിൽക്കുന്നത്. CNG അടിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ വൈകിട്ട് തന്നെ CNG ഫുള്ളായിട്ട് തീർന്നായിരുന്നു. പെട്രോളിലാണ് ഓടിക്കൊണ്ടിരുന്നത്. നമ്മൾ ഉദയംപേര് പമ്പിൽ നിന്നാട്ടോ അടിക്കണേ. എല്ലാ ദിവസവും ഇവിടെ നിന്നാണ് അടിക്കണേ. സ്ഥിരമായിട്ട് ഇവിടെ അടിക്കണേ. ഇവിടെ തിരക്ക് വളരെ കുറവായിരിക്കും, വണ്ടികളൊക്കെ കുറവായിരിക്കും ഇവിടെ രാവിലെ. അപ്പോൾ CNGയുടെ റേറ്റ് 101 നിൽക്കുക കേട്ടോ. കുറച്ച് ദിവസങ്ങളായി റേറ്റ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ പമ്പിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ അതേ പതിവ് പോലെ തന്നെ നടക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒന്ന് കിടക്കുവാണേ. ഇവിടുന്ന് എന്തെങ്കിലും ഓട്ടം കിട്ടുമെന്ന് നോക്കാം. എന്നും ഇവിടെ നിന്നാണ് നമുക്ക് ഓട്ടം കിട്ടാറുള്ളത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ലൂർദ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ലൂർദ് ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടം കിട്ടിയായിരുന്നു ഒരു വിവരത്തുനിന്ന്. ഒരു വയസ്സായ ആൻറ്റി ആയിരുന്നു. ആൻറ്റിയുടെ മോളാണ് ബുക്ക് ചെയ്തത്. മോള് വേറെ മോളുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ബുക്ക് ചെയ്തത്. പൈസ അവർ ഓൺലൈനിൽ തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആൻറ്റീനെ ലൂർദ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇറക്കിയാൽ മതിയായിരുന്നു. മോളവിടെ വെയിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൻറ്റീനെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി. നമ്മളിവിടെ ആൻറ്റി ഇപ്പുറത്ത് മാറി ഒരു സർവീസ് റോഡിൽ വെയിറ്റ് ചെയ്യുകയാണ്. പുറത്ത് നല്ല വെയിലാട്ടോ. ഏകദേശം ഒരു 11:30 മണിയായി. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വെയിലാണ്. വണ്ടിക്കകത്താണെങ്കിൽ അപാര ചൂടും. AC ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. വണ്ടി ഫാനും ഇല്ല. ഫാൻ ഒരെണ്ണം വാങ്ങണം. പുറത്തെ വെയിൽ വേണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പുറത്തെ വെയിൽ. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയാൻ പോലെ നല്ല വെയിലാണ്. നന്നായിട്ട് പൊള്ളുന്നുണ്ട്. ആൻറ്റി നല്ല ക്യാരക്ടറായിരുന്നു കേട്ടോ. ഏറിയപ്പോൾ തൊട്ട് തന്നെ നല്ല സംസാരമായിരുന്നു. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളവർ, മുട്ടിനൊക്കെ തേയ്മാനം വന്നിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ആൻറ്റിയായിരുന്നു. വണ്ടിയിലേക്ക് വന്ന് കയറിയത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് കയറിയത്. ഞാനും കൂടെ സഹായിച്ചാണ് കയറിയത്. കയറി കഴിഞ്ഞ് സംസാരിക്കുന്നതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. എന്നോട് പേരെന്താണെന്ന് ചോദിച്ചു, നാട് എവിടെയാണെന്ന് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് സംസാരമായി. വീട്ടിൽ നിന്ന് ലൂർദിൽ എത്തണ വരെ ആൻറ്റിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേട്ടോ. മക്കളുടെ കാര്യങ്ങൾ, കൂടപ്പുറപ്പങ്ങളുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു. ആൻറ്റിയുടെ അപ്പനൊരു റിട്ടയർഡ് മിലിറ്ററിക്കാരനാണ്. അപ്പോൾ ആൻറ്റീനെയൊക്കെ വളർത്തിയത് മിലിറ്ററി ചിട്ടയിലാണ്. അങ്ങനെ സംസാരിച്ച് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ കാര്യങ്ങൾ, അവരുടെ സ്വഭാവ രീതികൾ, അതൊക്കെ ഇപ്പോൾ അതിലേക്കൊക്കെ എത്തി. അപ്പോൾ ആൻറ്റി പറയുകയാണ്, ഞങ്ങളീ പഴയ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇപ്പോഴത്തെ രീതിയൊന്നും അങ്ങോട്ട്, ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ രീതിയൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആൻറ്റിക്കാണെങ്കിൽ 2 പെൺമക്കളാണ്. പെൺമക്കൾക്ക് പേരക്കുട്ടികളുണ്ട്. ഇപ്പോൾ പേരക്കുട്ടികളൊക്കെ തന്നെ ആണെങ്കിലും ആൻറ്റി പറയുക, ആൻറ്റി ഇടയ്ക്ക് ഒന്ന് വിളിക്കുമോ, സംസാരിക്കുമോ, അപ്പാപ്പനും അമ്മാമ്മയ്ക്കും സുഖമാണോ എന്നൊന്നും തിരക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുക. അവരൊരു റൂമിനകത്ത് കയറി അവരുടേതായ ലോകത്താണെന്ന് പറയുന്നത്. ആൻറ്റി പറയുക, ഞങ്ങളുടെയൊക്കെ കാലത്താണെങ്കിൽ നമ്മൾ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയൊക്കെ അടുക്ക പോകാനും അവിടെയൊക്കെ നിൽക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടവും ഭയങ്കര ആഗ്രഹങ്ങളുമാണ്. അതിനുവേണ്ടി ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആൻറ്റിയുടെ വിഷമങ്ങളൊക്കെ ആൻറ്റി ഇങ്ങനെ പറയുമായിരുന്നു. നമുക്കിപ്പോൾ പുതിയ തലമുറയെ അതും പറഞ്ഞ് കുറ്റം പറയാനൊന്നും പറ്റില്ല കേട്ടോ. ആൻറ്റിയുടെയൊക്കെ സാഹചര്യം, കാലഘട്ടത്തിൽ അന്നത്തെ ആ സാഹചര്യം അങ്ങനെയായിരുന്നു. വേറെ എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അമ്മാമ്മ വീട്ടിൽ പോകുന്നതും ഒക്കെ, തറവാട്ട് വീട്ടിൽ പോകുന്നതൊക്കെ, അതൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്തൊരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്കത് വലുതായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് വിരൽത്തുമ്പിലെല്ലാം കിട്ടുന്നു. എല്ലാ എൻ്റർടൈൻമെൻറ്റുകളും കാര്യങ്ങളും വിനോദങ്ങളും എല്ലാം അവർക്ക് വിരൽത്തുമ്പിലാണ്. അങ്ങനെ കിട്ടുന്ന കാലഘട്ടത്തിൽ അവർക്ക് അപ്പൂപ്പനോ അമ്മൂമ്മയോടോ സംസാരിക്കാനോ അവരുടെ സുഖവിവരങ്ങൾ തിരക്കാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരികയില്ല. നമ്മളതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ മക്കളുടെ കാലഘട്ടത്തിൽ, ഇപ്പം പേരക്കുട്ടികളുടെ കാലഘട്ടത്തിൽ ചിലപ്പം ഈ ഒരു അവസ്ഥയ്ക്ക് ഇതിലും കൂടുതലായിരിക്കും ആ ഒരവസ്ഥ. പിന്നെ ആൻറ്റി പറയുകയാണ്, ആൻറ്റിയുടെ വീടൊരു പുഴയുടെ തീരത്താണ്. അപ്പോൾ ആൻറ്റി പറയുക, എനിക്ക് ചൂണ്ടയിടാൻ ഭയങ്കര ആഗ്രഹമാണ്. ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ചൂണ്ടയൊക്കെ ഇടുമായിരുന്നു. പോയി കരിമീനും ഒക്കെ പിടിക്കുമായിരുന്നു, ഞണ്ടിനെ പിടിക്കുമായിരുന്നു. പക്ഷെ അന്ന് ആര് പറഞ്ഞൊരു വേറൊരു കാര്യം വെച്ചാൽ, അന്ന് ഇതുപോലെ അല്ലായിരുന്നു പുഴയിലെ വെള്ളം. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. പക്ഷെ
ഇപ്പോൾ ഏതാണ്ട് ഇരുട്ട് കൂടി കറുത്ത് കിടക്കുക വെള്ളമെന്ന്. പിന്നെ ആൻറ്റിയുടെ മൂത്ത മരുമോൻ ഒരു ചൂണ്ടയൊക്കെ തയ്യാറാക്കിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചൂണ്ട തയ്യാറാക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ. ആൻറ്റിക്കകത്ത് ഇടാൻ പറ്റിയിട്ടില്ല. എനിക്കത് ഇടണമെന്ന് ഈ കൊയ്യാത്ത കാലം വെച്ച് പോയി ഇടുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. എന്നാലും എനിക്കൊരാഗ്രഹം. എൻ്റെ ആൻറ്റി ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ പ്രായം എത്ര ആയാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ബാല്യം ഉണ്ടാവുമല്ലേ, വിട്ടുകളയാൻ മനസ്സില്ലാണ്ട് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ചെറിയ ബാല്യം, ആ ഒരു കുട്ടി എപ്പോഴും അത് എത്ര പ്രായമായാലും നമ്മുടെ ഉള്ളിനുള്ളിൽ ഉണ്ടാകും. അതൊരു നൊസ്റ്റാൾജിയ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. എല്ലാവർക്കും അല്ലേ, എല്ലാവർക്കും ഉണ്ടാവും ബാല്യം. അതെപ്പോഴും മുതിർന്നു കഴിഞ്ഞാൽ ഒരു ചെറു നൊമ്പരമായി ഓർക്കുമ്പോഴെപ്പോഴും മനസ്സിൻ്റെ മുന്നിൽ ഒരു ചെറിയ നീറ്റിൽ അനുഭവപ്പെടുന്ന പോലെ ഒരു സുഖമുണ്ട്. അതാണ് ബാല്യം. പ്രായം എത്ര കഴിഞ്ഞാലും ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും എന്നും കിടാതെ നിൽക്കുന്ന ഓർമ്മകളായിരിക്കും ബാല്യം. ആൻറ്റീനെ പരിചയപ്പെട്ടപ്പോൾ, ആൻറ്റിയുടെ സംസാരം കേട്ടപ്പോൾ ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഓക്കെ, കൂടുതൽ വിശേഷങ്ങളോട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ നെടുമ്പാശ്ശേരി വന്നു കേട്ടോ. നെടുമ്പാശ്ശേരിയിൽ ഒരു റിസോർട്ടിൽ വന്നതാണ്. ITCയുടെ കുറച്ച് പിള്ളേർക്ക് നെടുമ്പാശ്ശേരിയിലൊരു റിസോർട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എയർപോർട്ടിലെ ക്യൂവിനകത്ത് നമ്മൾ കയറിയായിരുന്നു. ക്യൂ കയറി കഴിഞ്ഞപ്പം ഏകദേശം 240 വണ്ടികളുണ്ട്. ഫ്ലൈറ്റാണ് അവിടെ ഒന്നും ഇല്ല. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്കൊരു ഓട്ടം കിട്ടാൻ വേണ്ടി. അത് കാരണം നമ്മൾ ക്യൂ കിടന്നില്ല കേട്ടോ. അവിടെ തിരിച്ചു ഇനിയിപ്പോൾ ആ സിഗ്നലിൻ്റെ അപ്പുറത്ത് എവിടെയെങ്കിലും മാറിപ്പോയി കുറച്ച് നേരം ഒന്ന് കിടന്ന് നോക്കണം റിട്ടേൺ ഓട്ടം ഒന്നും കിട്ടുവാന്ന്. ഇവിടെ നല്ല മഴക്കാറാണ്. അതായത് ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ശരിയെന്നാൽ ഓക്കെ.